الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت وسلمت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ബഹുമാനമുള്ള സുൽത്താനുൽ ഉലമ ഷെയ്ഖുന അവറുകളെ, ബദ്രു സാദാത്ത് സയ്യിദ് അവറുകളെ, മഹാന്മാരായ പണ്ഡിതന്മാരെ, സ്നേഹമുള്ള സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, സമസ്ത കേരള സുന്നി യുവജന സംഘത്തിൻ്റെ 70-ാം വാർഷികാഘോഷങ്ങളുടെ സമാപനം കുറിച്ചുകൊണ്ട് നടക്കുന്ന പൊതുസമ്മേളനത്തിലാണ് നാം ഉള്ളത്. വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾ പ്രതിപാദിച്ചുകൊണ്ട് മനോഹരമായ ഉള്ളടക്കമുള്ള പ്രഭാഷണങ്ങൾ ഇതിനകം ഇവിടെ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമയുടെ സാന്നിധ്യത്തിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങളെ സംബോധന ചെയ്യാൻ അവസരം ലഭിച്ചതിൽ വലിയ സന്തോഷം ഇവിടെ രേഖപ്പെടുത്തുന്നു. നമ്മുടെ കേരളം ഇസ്ലാമിനെ വല്ലാതെ സ്നേഹിക്കുകയും സ്വീകരിക്കുകയും ചെയ്ത സംസ്ഥാനമാണ്. തൃശ്ശൂർ ജില്ലയിൽ നാം ഇങ്ങനെ ഒരു സമ്മേളനം സംഘടിപ്പിക്കുമ്പോൾ കേരളത്തിലെ, ഇന്ത്യയിലെ ഇസ്ലാം അതിൻ്റെ ആദ്യ പ്രചാരകരായി, പ്രബോധകന്മാരായി വന്നിട്ടുള്ള മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൽ വന്ന, അല്ലെങ്കിൽ ഇന്ത്യയിൽ വന്ന പ്രഥമ പ്രബോധക സംഘം, ആ സംഘത്തെ ഇരുകരങ്ങളും നീട്ടി സ്വീകരിച്ച മണ്ണാണ് തൃശ്ശൂരിൻ്റെ മണ്ണ്. ഈ സമ്മേളനം നാം ഇവിടെ സംഘടിപ്പിക്കുമ്പോൾ ഇതിന് ചുറ്റുമുള്ള ക്രൈസ്തവ സഹോദരങ്ങൾ, ഹൈന്ദവ സഹോദരങ്ങൾ എല്ലാവരും മനസ്സ് തുറന്ന് സന്തോഷം പ്രകടിപ്പിച്ച്, ആഹ്ലാദം പ്രകടിപ്പിച്ച്, ഇതാണ് ഇസ്ലാമെങ്കിൽ, ഇതാണ് മുസ്ലിമീങ്ങളുടെ സംസ്കാരമെങ്കിൽ എന്തുകൊണ്ട് അവരെ സ്വീകരിച്ചുകൂടാ എന്ന ചോദ്യം അന്ന് മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹുവിൻ്റെ, ഇസ്ലാമിൻ്റെ പ്രഥമ പ്രബോധക സംഘത്തിൻ്റെ സംസ്കാരവും അവർ കാണിച്ചിട്ടുള്ള മാനുഷിക ഭാവങ്ങളും പ്രവർത്തനങ്ങളും വിശ്വാസവും പരിശുദ്ധിയും വിശുദ്ധിയും അതെല്ലാം നേരിൽ കണ്ട് അനുഭവിച്ച ജനങ്ങൾ, ഹൈന്ദവ സഹോദരങ്ങൾ, ക്രൈസ്തവ സഹോദരങ്ങൾ ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും ഏത് രൂപത്തിൽ സ്വീകരിച്ചുവോ ആ രൂപത്തിൽ ഈ സമ്മേളനത്തെയും ഈ സമ്മേളനത്തിൻ്റെ പ്രവർത്തനങ്ങളെയും സ്വീകരിക്കുകയും നോക്കിക്കാണുകയും ചെയ്ത എത്രയോ ഹൈന്ദവ സഹോദരങ്ങൾ, ക്രൈസ്തവ സഹോദരങ്ങൾ ഇന്നും ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായി നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ നമ്മെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. എന്തുകൊണ്ട് കേരളത്തിൽ ഇത്രയും സൗഹാർദ്ദപരമായ ഒരന്തരീക്ഷം മതങ്ങൾക്കിടയിൽ നിലനിന്നു എന്ന് ചോദിച്ചാൽ, ആ കാലഘട്ടം മുതൽക്ക് മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വം, ആ കാലഘട്ടം മുതൽക്ക് സ്വഹാബത്തിൻ്റെ കരങ്ങളിലൂടെ, താബിഈങ്ങളുടെ കരങ്ങളിലൂടെ, ഔലിയാക്കളുടെ കരങ്ങളിലൂടെ, സാദാത്തുക്കളുടെ കരങ്ങളിലൂടെ, ഉലമാക്കളുടെ കരങ്ങളിൽ, ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കരങ്ങളിൽ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങൾ നടക്കുന്നത് കൊണ്ടാണ് ഈ സൗഹൃദപരമായ അന്തരീക്ഷവും സഹിഷ്ണുതയും
നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും നിലനിൽക്കുന്നത് എന്ന കാര്യം ആമുഖമായി ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പ്രതിനിധാനം ചെയ്യുന്നത് സാംസ്കാരിക ഇസ്ലാമിനെയാണ്, കൾച്ചറൽ ഇസ്ലാം. സമസ്ത കേരള സുന്നി യുവജന സംഘവും കേരള മുസ്ലിം ജമാഅത്തും SSFും പ്രതിനിധാനം ചെയ്യുന്നത് ആക്രമണാത്മകമായ ഇസ്ലാം പ്രചരിപ്പിക്കുന്നവരിൽ നിന്ന്, തീവ്രവാദപരമായ ഇസ്ലാമിനെ ലോകത്ത് പ്രചരിപ്പിക്കുന്നവരിൽ നിന്ന് ഇസ്ലാം മുക്തമാണ്, മുസ്ലിമീങ്ങൾ മുക്തമാണ്. അള്ളാഹുവിൻ്റെ ദീൻ ഒരിക്കലും ആക്രമണാത്മകമായ മതമല്ല, തീവ്രവാദപരമായ സമീപനങ്ങൾ സ്വീകരിക്കുന്ന മതമല്ല. അത് സമാധാനത്തിൻ്റെയും മനുഷ്യത്വത്തിൻ്റെയും ബഹുസ്വരതയും അംഗീകരിച്ചുകൊണ്ട് ജീവിക്കുന്ന മതമാണ്, ആ മതത്തിൻ്റെ അനുയായികളാണ് എന്ന് പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ ദീനിന് പരുക്കേൽപ്പിച്ചുകൊണ്ട് ഇടക്കാലത്ത് പ്രത്യക്ഷപ്പെട്ട ധാരാളം ശക്തികളുണ്ട്, ധാരാളം ദുഷ്ടശക്തികളുണ്ട്. ആ ദുഷ്ടശക്തികളെയൊക്കെയും മുസ്ലിം ലോകം അതത് കാലത്ത് ചെറുത്തു പോന്നിട്ടുണ്ട്, പ്രതിരോധിച്ചു പോന്നിട്ടുണ്ട്. ഇബ്നു അബ്ദുൽ വഹാബിന്റെ നേതൃത്വത്തിൽ ഇബ്നു തൈമിയ്യ പ്രചരിപ്പിച്ച നാസുരിയ്യത്ത് വാദം, അള്ളാഹു മാത്രമാണ് സഹായം ചോദിക്കപ്പെടേണ്ടവൻ, അള്ളാഹു മാത്രമാണ് സഹായി, മനുഷ്യരോടൊന്നും സഹായം ചോദിക്കാൻ പാടില്ല എന്ന തികച്ചും ഇസ്ലാമിക വിരുദ്ധമായ, ഉത്തമ നൂറ്റാണ്ടിൽ പ്രചരിപ്പിക്കപ്പെട്ട ഇസ്ലാമിക ആശയങ്ങൾക്ക് വിരുദ്ധമായ ഒരാശയം ഇബ്നു തൈമിയ്യ പറഞ്ഞപ്പോൾ ആ പറഞ്ഞ ആശയങ്ങൾക്ക് സൈനിക രൂപം നൽകി, അതിന് ആക്രമണാത്മകമായ മുഖം നൽകി, ധാരാളം മുസ്ലിമീങ്ങളെ കൊന്നൊടുക്കി, ധാരാളം പണ്ഡിതന്മാരെ കൊന്നൊടുക്കി, ധാരാളം വിശുദ്ധ സ്ഥാപനങ്ങൾ തകർത്ത്, പരിശുദ്ധ കഅബാലയം വരെ കൊള്ളയടിച്ച്, മഖ്ബറകൾ കൊള്ളയടിച്ച്, മഖ്ബറകൾ തകർത്ത്, സാംസ്കാരിക ചിഹ്നങ്ങൾ തകർത്ത്, അങ്ങനെ ഇബ്നു അബ്ദുൽ വഹാബിന്റെ നേതൃത്വത്തിൽ കടന്നു വന്ന ഇസ്ലാമിനെ ഇന്നോളം തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന, ലോകത്ത് മുസ്ലിമീങ്ങൾക്ക് തീവ്രവാദ മുഖം ചമച്ചു കൊടുത്ത, ഇസ്ലാമിന് തീവ്രവാദ മുഖം ചമച്ചു കൊടുത്ത ഇബ്നു അബ്ദുൽ വഹാബിന്റെ ആശയങ്ങളെ പേറുന്ന സർവശക്തികളെയും ഫലപ്രദമായി ചെറുത്തുകൊണ്ടാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ, കേരള മുസ്ലിം ജമാഅത്തും SYSഉം നമ്മുടെ കേരളത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഞാൻ സൂചിപ്പിക്കുന്ന ഒരു കാര്യം, ഭിന്നതയും അനൈക്യവും മുസ്ലിം സമുദായത്തിൽ ഇല്ലായ്മ ചെയ്യണമെങ്കിൽ തീർച്ചയായും ആ ഭിന്നതക്കും അനൈക്യത്തിനും കാരണമായി വർത്തിക്കുന്ന മുഖ്യധാര മുസ്ലിമീങ്ങളെ ഇസ്ലാമിൽ നിന്നും, ഇസ്ലാമിന്റെ തൗഹീദിൽ നിന്നും, ഇസ്ലാമിന്റെ ആശയങ്ങളിൽ നിന്നും വ്യതിചലിച്ചവരായി ചിത്രീകരിക്കുകയും അവർ ഇസ്ലാമിന് പുറത്താണ് എന്ന് നാഴികക്ക് 40 വട്ടം പ്രസംഗിക്കുകയും എഴുതുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ, ആരാണോ ഭിന്നത തുടങ്ങി വെച്ചത്, ആരാണോ അനൈക്യ പ്രവണതകൾ കേരളത്തിലെ മുസ്ലിമീങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ചു തുടങ്ങിയത്, അവർ അത്തരം പ്രവണതകളിൽ നിന്ന് പിന്മാറേണ്ടതുണ്ട്. ഭിന്നിപ്പിക്കുന്ന ആശയങ്ങളിൽ നിന്ന്, ഛിദ്രത വളർത്തുന്ന ആശയങ്ങളിൽ നിന്ന്, അനൈക്യം വളർത്തുന്ന ആശയങ്ങളിൽ നിന്ന് അള്ളാഹുവിൻ്റെ ദീനിന്റെ മുഖം വികൃതമാക്കുന്ന, അതിൻ്റെ മനോഹരമായ മുഖം ജനങ്ങൾക്കിടയിൽ, ഇവിടെ ഹൈന്ദവ സഹോദരങ്ങളുണ്ട്, ക്രൈസ്തവ സഹോദരങ്ങളുണ്ട്, മറ്റ് മനുഷ്യ സഹോദരങ്ങളുണ്ട്, അവർക്കിടയിൽ അള്ളാഹുവിൻ്റെ ദീനിനെ, ഇസ്ലാം മതത്തെ, മുസ്ലിമീങ്ങളെ അവർ പേടിക്കപ്പെടേണ്ട കൂട്ടരാണ്, അവർ ഭയപ്പെടേണ്ട കൂട്ടരാണ് എന്ന ഒരു അകലം പാലിക്കുന്ന സാഹചര്യത്തിലേക്ക് കേരളത്തിലും ഇന്ത്യയിലും ലോകത്തും മുസ്ലിമീങ്ങളെ ആരാണോ കൊണ്ടുപോയി കെട്ടിയതെങ്കിൽ, ആരാണോ ഇത്രയും വികൃതമായ ചിത്രം ഇസ്ലാമിനെ കുറിച്ച്, മുസ്ലിമീങ്ങളെ കുറിച്ച് വരച്ചു വെച്ചിട്ടുള്ളതെങ്കിൽ അവരത് തിരുത്തേണ്ടതുണ്ട്. അങ്ങനെ തിരുത്തി മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ, സ്വഹാബത്തിന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ പ്രചരിപ്പിക്കപ്പെട്ട ഒരു മതമുണ്ട്. സ്വഹാബത്തിന്റെ നേതൃത്വത്തിൽ ലോകത്താകെയും പ്രചരിപ്പിക്കപ്പെട്ട ഒരു മതമുണ്ട്. ആ സ്വഹാബത്തിനെ സംബന്ധിച്ച് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞിട്ടുള്ളത്, അസ്ഹാബി കന്നുജൂം, എൻ്റെ സ്വഹാബത്ത് നക്ഷത്ര തുല്യരാണ്. ഫബിഅയ്യിഹിം ഇഖ്തദൈതും ഇഹ്തദൈതും, സ്വഹാബത്തിൽ നിന്ന് ആരോട് നിങ്ങൾ പിന്തുടർന്നാലും നിങ്ങൾ സന്മാർഗലബ്ധരാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ആ സ്വഹാബത്ത് അള്ളാഹുവിന്റെ ദീനിനെ വികൃതപ്പെടുത്തിയവരാണ്. ആ സ്വഹാബത്ത് അള്ളാഹുവിന്റെ ദീനിലേക്ക് ജൂദായിസം കടത്തിക്കൂട്ടിയവരാണ് എന്ന് മലയാളത്തിൽ എഴുതി പ്രചരിപ്പിച്ച് മുസ്ലിമീങ്ങളെ വഴിതെറ്റിക്കാൻ ശ്രമിച്ചവരാരുണ്ടോ
അവര് അള്ളാഹുവിന്റെ ദീനിന്റെ യഥാർത്ഥ ആശയങ്ങൾ സ്വീകരിച്ചുകൊണ്ട് മുഖ്യധാരയിലേക്ക് തിരിച്ചു വരേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ ദീൻ നമ്മോട് പറഞ്ഞിട്ടുള്ള പരിശുദ്ധമായ തൗഹീദ്, ആ തൗഹീദ് ഏകദൈവ വിശ്വാസമാണ്. ആ ഏകദൈവ വിശ്വാസത്തിൽ നിന്ന് മുസ്ലിമീങ്ങളെ വഴിതെറ്റിക്കുന്നതിന് വേണ്ടി അള്ളാഹുവിന്റെ ഖുർആനിന്റെയും സുന്നത്തിന്റെയും പേര് പറഞ്ഞ് മുസ്ലിം സമുദായത്തെ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനെ, മുഖ്യധാരാ മുസ്ലിമീങ്ങളെ തൗഹീദിന്റെ പേരിൽ മതഭ്രഷ്ട് ബാധിച്ചവരായി ആരോപിച്ച് ആരെല്ലാം ഒരു 10-100 കൊല്ലം മുമ്പ് കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ടോ അവരിന്ന് തൗഹീദ് തീരുമാനമാകാതെ പരസ്പരം ശിർക്കും കുഫ്റും ആരോപിച്ചുകൊണ്ട് പരിഹാസ്യമാകുന്ന സാഹചര്യം സഹോദരങ്ങളെ ലോകത്തും പ്രത്യേകിച്ച് കേരളത്തിലും നാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിച്ചോട്ടെ. ഇബ്നു അബ്ദുൽ വഹാബ് പ്രചരിപ്പിച്ച തീവ്രവാദ ആശയം, തൗഹീദിന്റെ പേരിൽ, ഇസ്ലാമിന്റെ പേരിൽ ലോകത്ത് പ്രചരിപ്പിച്ച തീവ്രവാദ ആശയം, ഒട്ടേറെ മുസ്ലിമീങ്ങൾ കൊല്ലപ്പെട്ടു പോയ, ഒട്ടേറെ പണ്ഡിതന്മാർ കൊല ചെയ്യപ്പെട്ടു പോയ, ഒട്ടേറെ പുണ്യകേന്ദ്രങ്ങൾ തകർക്കപ്പെട്ടു പോയ ആ ആശയത്തിന്റെ വക്താക്കൾ ഇന്ന് കേരളത്തിൽ മാത്രമല്ല ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇസ്ലാമിന് ചീത്തപ്പേരുണ്ടാക്കുന്ന രൂപത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. കേരളത്തിലും അതിന്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിന്റെ കണക്ക് പ്രകാരം 100ഓളം മുസ്ലിം ചെറുപ്പക്കാർ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നമ്മുടെ കേരളത്തിൽ നിന്ന് രാജ്യം വിട്ടിട്ടുണ്ട്. യമനിൽ പോയിട്ടുണ്ട്, സിറിയയിൽ പോയിട്ടുണ്ട്, ദമ്മാജിൽ പോയിട്ടുണ്ട്. ഈ ചെറുപ്പക്കാരെല്ലാവരും സലഫി ധാരയിൽ നിന്ന് അല്ലെങ്കിൽ സലഫി ആശയധാര സ്വീകരിക്കുന്നവരാണ് എന്ന് ഇവിടെ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് മുസ്ലിം ചെറുപ്പക്കാരോട്, മുസ്ലിം സഹോദരങ്ങളോട്, മുസ്ലിം സംഘടനകളോട് SYSന് ആഹ്വാനം ചെയ്യാനുള്ളത്, കേരള മുസ്ലിം ജമാഅത്തിന് പറയാനുള്ളത്, അള്ളാഹുവിന്റെ ദീൻ ഇതല്ല. അള്ളാഹുവിന്റെ ദീൻ സമാധാനത്തിന്റെ മതമാണ്, സഹവർത്തിത്വത്തിന്റെ മതമാണ്, സന്തോഷത്തിന്റെ മതമാണ്. അത് മനുഷ്യന്റെ മുമ്പിൽ ഒരു ജീവിത വ്യവസ്ഥിതി വരച്ചു വെക്കുന്ന മതമാണ്. ആ മതത്തിന്റെ പേരിൽ തീവ്രവാദ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നവരുണ്ടെങ്കിൽ, ആ മതത്തിന്റെ പേരിൽ ഭീകരവാദ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നവരുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ ദീനിന് അതുമായി ബന്ധമില്ല, SYS പ്രസ്ഥാനത്തിന് അതുമായി ബന്ധമില്ല, കേരള മുസ്ലിം ജമാഅത്തിന് അതുമായി ബന്ധമില്ല. സർവോപരി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് ഈ വിദണ്ഡമായ ആശയങ്ങളുമായി ബന്ധമില്ലെന്ന് അതിന്റെ പണ്ഡിതന്മാർ എത്രയോ കാലങ്ങളായി വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് സഹോദരന്മാരെ. അതോടൊപ്പം ഈജിപ്തിൽ നിന്നും കടന്നു വന്നിട്ടുള്ള മതയുക്തിവാദ പ്രവണതയുണ്ട്. ജമാലുദ്ദീൻ അഫ്ഗാനിയും മുഹമ്മദ് അബ്ദുവും റഷീദ് റിദയും നേതൃത്വം നൽകിയ അള്ളാഹുവിന്റെ ദീൻ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് അത് ശാസ്ത്രത്തിനൊക്കുമ്പോൾ മാത്രമേ സ്വീകരിക്കപ്പെടുകയുള്ളൂ. തന്റെ യുക്തിക്കും ചിന്തക്കും അനുസരിച്ച് അള്ളാഹുവിന്റെ ദീനിനെ ദുർവ്യാഖ്യാനം ചെയ്ത ജമാലുദ്ദീൻ അഫ്ഗാനി, അദ്ദേഹം സർവമത സത്യവാദിയായിരുന്നു. മുഹമ്മദ് അബ്ദു, അദ്ദേഹം പടിഞ്ഞാറിന്റെ സന്തതിയായിരുന്നു. റഷീദ് റിള അള്ളാഹുവിന് ഖുർആൻ പഠിപ്പിക്കാൻ ശ്രമിച്ച വ്യക്തിയാണ്. ഈ മുഅ്ജിസത്തും കറാമത്തുകളും അതുപോലെയുള്ള അത്ഭുത സംഭവങ്ങളും അമാനുഷിക സിദ്ധികളും അള്ളാഹുവിന്റെ ഖുർആനിൽ പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ കുറച്ചുകൂടി സയന്റിസ്റ്റുകൾ, കുറച്ചുകൂടി പുരോഗമനവാദികൾ അള്ളാഹുവിന്റെ ദീനിലേക്ക് വരുമായിരുന്നു, ഇസ്ലാമിലേക്ക് വരുമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന് ദീൻ പഠിപ്പിക്കാനും യുക്തി പഠിപ്പിക്കുവാനും ശ്രമിച്ചവനാണ് റഷീദ് റിള എന്ന് പറയുന്ന ആളുകളുടെ പ്രതിനിധി. ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുന്ന കാര്യം, ജമാലുദ്ദീൻ അഫ്ഗാനി പ്രചരിപ്പിച്ചത് സർവമത സത്യവാദമാണ്. മുഹമ്മദ് അബ്ദു പ്രചരിപ്പിച്ചത് യുക്തിവാദമാണ്. റഷീദ് റിള പ്രചരിപ്പിച്ചത് മതയുക്തിവാദമാണ്. ഈ മതയുക്തിവാദത്തിന്റെയും സർവമത സത്യവാദത്തിന്റെയും ആളുകൾ അവരാണ് ഞങ്ങളുടെ മുജദ്ദിദുകൾ, അവരാണ് ഞങ്ങളുടെ നവോത്ഥാന നായകന്മാർ എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചിരുന്ന ആളുകൾ മുസ്ലിം ജനസാമാന്യം മനസ്സിലാക്കണം. മുസ്ലിം ജനസാമാന്യം വളരെ ഗൗരവത്തോടെ ആലോചിക്കണം. ഒരു കാലത്ത് മഹാത്മാക്കളെ വിളിക്കുന്നതും അവരോട് സഹായം ചോദിക്കുന്നതും ശിർക്കും കുഫ്റുമാണെന്നും അത് ചെയ്തതിന്റെ പേരിൽ മുസ്ലിം മുഖ്യധാര മതഭ്രഷ്ട് ബാധിച്ചവരാണെന്നും ഗ്രാമാന്തരങ്ങളിൽ, പട്ടണപ്രാന്തങ്ങളിൽ സഹോദരന്മാരെ പ്രസംഗിച്ചു കൊണ്ടിരുന്നവർ ഇപ്പൊ 100 വർഷത്തിന് ശേഷം അവർ പറയാൻ തുടങ്ങിയിരിക്കുന്നു, പുണ്യാത്മാക്കളായ മലക്കുകളെ വിളിക്കുന്നതിന് വിരോധമില്ല, ജിന്നുകളെ വിളിക്കുന്നതിന് വിരോധമില്ല.
എങ്ങനെ ജിന്നിനെ വിളിച്ചാലും മലക്കിനെ വിളിച്ചാലും അതുകൊണ്ട് തൗഹീദിൽ നിന്ന് വ്യതിചലനം സംഭവിക്കുകയില്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ 3, 4, 8 കഷണങ്ങളായി ഇന്ന് ഈ മൂവ്മെന്റുകൾ തൗഹീദിന്റെ പേരിൽ ഒരു കാലത്ത് മുസ്ലിമീങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നു എന്ന് ആരോപിച്ചിരുന്ന ആളുകൾ അവരിപ്പോൾ സ്വയം തൗഹീദ് തീരുമാനിക്കാൻ കഴിയാതെ ഭിന്നതയിലും ഛിന്ന ഭിന്നമായി ചിത്ര കഷ്ണങ്ങളായി ഇന്ന് സഹോദരന്മാരെ ഭിന്നിച്ചു പോയിരിക്കുന്നു. ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുന്നത് 100 കൊല്ലം മുമ്പ് മുതൽക്ക് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മുസ്ലിമീങ്ങളെ ആഹ്വാനം ചെയ്തിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ അതിന്റെ പ്രതിയോഗികൾ തന്നെ സമ്മതിച്ചു തുടങ്ങിയിരിക്കുന്നു. ഒരു കാലത്ത് നവോത്ഥാനത്തിന്റെ നായകനായിരുന്നു ജമാലുദ്ദീൻ അഫ്ഗാനി, മുഹമ്മദ് അബ്ദു, റഷീദ് റിള. എന്നാൽ ഇന്നത്തെ പുത്തൻവാദികൾക്ക്, ഇന്നത്തെ നവോത്ഥാനവാദികൾക്ക് ജമാലുദ്ദീൻ അഫ്ഗാനി ഒരിക്കലും നവോത്ഥാന നായകനല്ല, ഹദീസ് നിഷേധിയും പടിഞ്ഞാറിന്റെ സന്തതിയുമായി മാറിയിരിക്കുന്നു. റഷീദ് റിളയും മുഹമ്മദ് അബ്ദുവിനെയും അവർ തള്ളി പറഞ്ഞിരിക്കുന്നു. 100 കൊല്ലം മുമ്പ് തന്നെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ, അതേപോലെ സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന്റെ പ്രവർത്തകന്മാർ അവർ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരുന്നതാണ്, ഇത് മതയുക്തിവാദമാണ്, ഇത് തീവ്രവാദമാണ്, ഇത് ഭീകരവാദമാണ് എന്ന കാര്യം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നു. സുൽത്താനുൽ ഉലമ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നു. നമ്മുടെ നേതാക്കൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ അതൊരിക്കലും തിരുത്തപ്പെട്ടില്ല, അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെട്ടില്ല. കേരളത്തിലുള്ള ജനസാമാന്യം, ഈ പ്രസംഗവും ഈ സദസ്സും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിം സഹോദരങ്ങൾ, അവരോട് വളരെ ഗൗരവത്തിൽ ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 100 വർഷം മുമ്പ് മുന്നറിയിപ്പ് നൽകിയ കാര്യങ്ങൾ ഇപ്പോൾ ഇതാ പ്രതിയോഗികൾ തന്നെ സമ്മതിച്ചു തുടങ്ങിയിരിക്കുന്നു. ഞങ്ങൾക്ക് തൗഹീദ് തിരിയില്ല, ഞങ്ങൾക്ക് ഖുർആൻ മനസ്സിലായിട്ടില്ല, ഞങ്ങൾക്ക് ഹദീസ് മനസ്സിലായിട്ടില്ല, തൗഹീദ് എന്തെന്ന് തീരുമാനിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല. ജമാലുദ്ദീൻ അഫ്ഗാനി നവോത്ഥാനവാദിയല്ല, നവോത്ഥാന നായകനല്ല, മുഹമ്മദ് അബ്ദു ഒരിക്കലും മുജദ്ദിദല്ല, റഷീദ് റിള ഹദീസ് നിഷേധിയാണ്, മുഅ്ജിസത്ത് നിഷേധിയാണ് എന്ന് പ്രതിയോഗികൾ തന്നെ സമ്മതിച്ചു തുടങ്ങിയിരിക്കുന്നു. അവസാനമായി ഒരു കാര്യം ഞാൻ പറയട്ടെ. SYSന്റെ ഈ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്ന ഈ നാളുകളിൽ തന്നെ കൗതുകകരമായ മറ്റൊരു കാര്യം കൂടി നാം കേട്ടു. ജമാഅത്തെ ഇസ്ലാമിയുടെ ഹാക്കിമിയ്യത്ത് വാദം നിങ്ങൾക്കറിയാം. ഒന്ന് നാസുരിയ്യത്ത് വാദമാണ് ഇബ്നു തൈമിയ്യയും ഇബ്നു അബ്ദുൽ വഹാബും ഉയർത്തിയതെങ്കിൽ, അതിലേക്ക് മതയുക്തിവാദം ചേർക്കുകയാണ് ജമാലുദ്ദീൻ അഫ്ഗാനിയും കൂട്ടരും ചെയ്തതെങ്കിൽ, അത് രണ്ടിന്റെയും സങ്കര രൂപമാണ് നമ്മുടെ കേരളത്തിൽ വഹാബിസമായി പ്രചരിപ്പിക്കപ്പെട്ടതെങ്കിൽ, സഹോദരന്മാരെ, അതിനോടനുബന്ധിച്ച് മറ്റൊരു വാദം ഉയർത്തിക്കൊണ്ടാണ് അബുൽ അഅ്ല മൗദൂദി രംഗത്ത് വന്നത്. അബുൽ അഅ്ല മൗദൂദി 1940കളിലും അതിനു മുമ്പ് ഹസനുൽ ബന്നയും അതേപോലെ സയ്യിദ് ഖുത്ബും അവരെല്ലാം ഉയർത്തിക്കൊണ്ടുവന്ന ഒരു ആശയം അതെന്തായിരുന്നു? ലാ ഹാക്കിമ ഇല്ലല്ലാഹ്, ലാ നാസിറ ഇല്ലല്ലാഹ് എന്ന ആശയം ഇബ്നു അബ്ദുൽ വഹാബ് പറഞ്ഞപ്പോൾ, ലാ ഹാക്കിമ ഇല്ലല്ലാഹ്, ഭരണാധികാരി പടച്ചവൻ മാത്രം എന്ന ഇസ്ലാമിക വിരുദ്ധമായ, ഇസ്ലാമിന്റെ സർവ പ്രമാണങ്ങൾക്കും വിരുദ്ധമായ, ഒരു പക്ഷേ ലോകത്തെ മുസ്ലിമീങ്ങളെ, പ്രത്യേകിച്ച് കേരളത്തിലെ മുസ്ലിമീങ്ങളെ 50 കൊല്ലം പിറകോട്ട് വലിച്ചിട്ട വാദമായിരുന്നു ജമാഅത്തെ ഇസ്ലാമിയുടെ ഹാക്കിമിയ്യത്ത് വാദം. ഇന്ത്യയുടെ ഭരണകൂടം താഗൂത്താണ്, പാർലമെന്റ് താഗൂത്താണ്, ഇന്ത്യൻ കോടതികൾ താഗൂത്താണ്, ഇന്ത്യൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ താഗൂത്താണ്. അതുകൊണ്ട് താഗൂത്തിൽ പോയി പഠിക്കാൻ പാടില്ല കുട്ടികൾ. മുസ്ലിം ചെറുപ്പക്കാര് അവരെ കോളേജിൽ പഠിക്കാൻ പാടില്ല. മുസ്ലിം ചെറുപ്പക്കാർ ഗവൺമെന്റ് ഉദ്യോഗം സ്വീകരിക്കാൻ പാടില്ല. അങ്ങനെ ഗവൺമെന്റ് ഉദ്യോഗം സ്വീകരിച്ച ഏതെങ്കിലും മുസ്ലിമീങ്ങൾ ഉണ്ടെങ്കിൽ അവരിറങ്ങി വരേണ്ടതുണ്ട്. ഇന്ത്യൻ കോടതിയെ സമീപിക്കാൻ പാടില്ല. അവരുടെ വ്യവഹാരങ്ങൾക്ക് വേണ്ടി കോടതിയെ സമീപിക്കുന്നത് ശിർക്കാണ്, കുഫറാണ്, അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന പ്രവർത്തനമാണ് എന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ ഒരുപാട് പതിറ്റാണ്ടുകളായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കൾ ഇന്ന് മൗദൂദി ആശയത്തിന്റെ മൂലത്തെ തന്നെ തള്ളിപ്പറഞ്ഞ്, അബുൽ അഅ്ല മൗദൂദിയുമായി ഞങ്ങൾക്ക് ബന്ധമില്ല, അദ്ദേഹത്തിന്റെ മതരാഷ്ട്രവാദവുമായി ഞങ്ങൾക്ക് ബന്ധമില്ല, ഞങ്ങൾ കേരളത്തിലും ഇന്ത്യയിലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് മൗദൂദിയുടെ ആശയങ്ങൾ സ്വീകരിച്ചുകൊണ്ടല്ല എന്ന് പറയാൻ മാത്രം കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമിയുടെ ഹാക്കിമിയ്യത്ത് വാദത്തിന്റെ ആളുകൾ വളർന്നിട്ടുണ്ടെങ്കിൽ SYS പ്രസ്ഥാനത്തിന്റെ 70 കൊല്ലം പാഴായി പോയിട്ടില്ല.
SSFന്റെ 50 കൊല്ലം പാഴായി പോയിട്ടില്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 100 വർഷങ്ങൾ പാഴായി പോയിട്ടില്ല എന്ന് വിളിച്ചു പറയുകയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെയും അതേപോലെ വഹാബിസത്തിന്റെയും ഞാനിത് ആവർത്തിച്ചു പറയുന്നത്. ഭിന്നതകളെക്കുറിച്ചും ചിത്രതയെക്കുറിച്ചും ഐക്യത്തെക്കുറിച്ചുമൊക്കെ നമുക്ക് നല്ലതുപോലെ അറിയാം. മുസ്ലിമീങ്ങൾ ഐക്യത്തോടെ ജീവിക്കേണ്ട കാലമാണ്. മുസ്ലിം സഹോദരങ്ങൾക്കിടയിൽ ഭിന്നിപ്പും ചിത്രതയും ഉണ്ടാക്കുന്ന വർത്തമാനങ്ങൾ പറയാൻ പാടില്ലാത്ത കാലമാണ്. പക്ഷേ ഒരു കാര്യം നാം ആലോചിക്കണം. ഞാൻ നെല്ലിക്കുത്ത് ശൈഖുൽ ഹദീസ് നെല്ലിക്കുത്ത് ഇസ്മായിൽ ഉസ്താദിനെ ഈ സന്ദർഭത്തിൽ അനുസ്മരിക്കുകയാണ്. ബിദ്അത്തിനെതിരെ വിരൽ ചൂണ്ടിയിട്ടില്ലെങ്കിൽ, ബിദ്അത്തിനെതിരെ ബോധവൽക്കരണം നടത്തിയിട്ടില്ലെങ്കിൽ, ബിദ്അത്തിനെ കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിച്ചിട്ടില്ലെങ്കിൽ കാശ്മീരായി നമ്മുടെ സംസ്ഥാനം മാറും. കാശ്മീരിൽ എന്താ സംഭവിച്ചത്? ജമാഅത്തെ ഇസ്ലാമിയുടെ 50-ാം വാർഷിക പതിപ്പുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ 50-ാം വാർഷിക പതിപ്പ് വായിച്ചു നോക്കിയാൽ കാശ്മീരിലെ തീവ്രവാദ സംഘടനകൾ 9 തീവ്രവാദ സംഘടനകൾ, ആ 9 തീവ്രവാദ സംഘടനകൾക്കും സംഘടനാപരമായ നേതൃത്വം കൊടുക്കുന്നതും ആശയങ്ങൾ പകർന്നു കൊടുക്കുന്നതും ജമാഅത്തെ ഇസ്ലാമിയാണ് എന്ന് പച്ചമലയാളത്തിൽ എഴുതി പിടിപ്പിച്ച പ്രസിദ്ധീകരണം ഇന്നും കേരളത്തിൽ സഹോദരന്മാരെ പിൻവലിക്കപ്പെട്ടിട്ടില്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ മൗദൂദി അതിന്റെ സ്ഥാപകനാണ്. സ്ഥാപക നേതാവിനെ തള്ളിപ്പറയുന്ന ജമാഅത്തിന്റെ നേതാക്കൾ ഒരിക്കലും മൗദൂദിയുടെ സാഹിത്യങ്ങൾ പിൻവലിച്ചിട്ടില്ല. മൗദൂദിയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന ഗ്രന്ഥങ്ങൾ പിൻവലിച്ചിട്ടില്ല. ഒരു കാര്യം ജമാഅത്തെ ഇസ്ലാമിയോട് ഞങ്ങൾ SYSന്റെ ഈ വേദിയിൽ വെച്ച് ആധികാരികമായി പറയുന്നു. നിങ്ങൾ മുസ്ലിം സമുദായത്തിന്റെ രാഷ്ട്രീയ മേലാളന്മാരായി, മുസ്ലിം സമുദായത്തിന്റെ രക്ഷിതാക്കൾ ചമഞ്ഞുകൊണ്ട് നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങളെ പിടിച്ചു കെട്ടാൻ മാത്രം SYS ശക്തമാണ് എന്ന കാര്യം ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമി ഉമ്മത്തിൽ കടന്ന് മേയാൻ പാടില്ല. ഉമ്മത്തിന്റെ മേലെ കയറി ജമാഅത്തെ ഇസ്ലാമി മേയാൻ പാടില്ല. വഹാബിസം മേയാൻ പാടില്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായ തലങ്ങളിൽ പ്രവർത്തനങ്ങളാകാം, നിങ്ങളുടേതായ രീതിയിൽ പ്രവർത്തനങ്ങളാകാം. പക്ഷേ ഉമ്മത്തിന്റെ രക്ഷിതാക്കൾ ഞങ്ങളാണ് എന്ന രൂപത്തിൽ നിങ്ങൾ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ചെറുക്കാൻ മാത്രം ശക്തമാണ് ഈ പ്രസ്ഥാനം എന്ന് ഞങ്ങൾ സൂചിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട മഹാന്മാരായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പണ്ഡിതന്മാരെ, മഹോന്നതന്മാരായ നേതാക്കളെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ സൂചിപ്പിക്കുന്നു, SYS ശക്തമാണ്, SSF ശക്തമാണ്, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ശക്തമാണ്. നിങ്ങൾ ഓർക്കണം, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്, ഈ സമ്മേളനത്തോടെ നമ്മുടെ കർമ്മ പദ്ധതികൾ അവസാനിക്കുന്നില്ല. ഫെബ്രുവരി 11-ാം തീയതി നമ്മുടെ വിപുലമായ 1 വർഷം നീണ്ടു നിൽക്കുന്ന കേരള മുസ്ലിം ജമാഅത്തിന്റെ പരിവർത്തനോന്മുഖമായ സ്വപ്നതുല്യമായ ഒരു കാലത്ത് SYSന്റെ ചുണക്കുട്ടന്മാർ, SSFന്റെ പ്രവർത്തകന്മാർ, നമ്മുടെ മഹോന്നതന്മാരായ ആലിമീങ്ങൾ സ്വപ്നം കണ്ട് നടന്നിരുന്ന ഓരോ പദ്ധതിയും ഓരോ പരിപാടിയും സഹോദരന്മാരെ കേരള മുസ്ലിം ജമാഅത്ത് ഏറ്റെടുത്ത് അതിന്റെ നേതൃത്വത്തിൽ, കേരള മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതൃത്വത്തിൽ ഇൻഷാ അല്ലാഹ് ഇനി അങ്ങോട്ടുള്ള 2030 വരെയുള്ള 5 വർഷങ്ങൾ, ആ 5 വർഷങ്ങളിലേക്ക് വിപുലമായ കർമ്മ പദ്ധതികൾ തയ്യാറായി കഴിഞ്ഞു. നമ്മുടെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് അതിന്റെ ആധികാരികമായ പ്രഖ്യാപനം ഈ വരുന്ന ഫെബ്രുവരി മാസം ഇൻഷാ അല്ലാഹ് 11-ാം തീയതി ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമയുടെ നേതൃത്വത്തിൽ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഉലമാക്കളുടെ നേതൃത്വത്തിൽ നടക്കുകയാണ്. ഞാൻ ഒരു കാര്യം നിങ്ങളോട് സൂചിപ്പിക്കുന്നു. ആദർശപരമായി അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനോട് ആശയപരമായി അതിനെ പരാജയപ്പെടുത്തുവാനും തോൽപ്പിക്കുവാനും പ്രമാണങ്ങൾ കൊണ്ട് അഹ്ലുസുന്നത്തിനെ അഭിമുഖീകരിക്കുവാനും കേരളത്തിൽ ഒരു ദുഷ്ടശക്തിയും ഒരു പ്രതിയോഗിയും വളർന്നിട്ടില്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ട് സഹോദരന്മാരെ, തീവ്രവാദത്തിലേക്കും ഭീകരവാദത്തിലേക്കും നയിച്ചുകൊണ്ട് നമ്മുടെ ചെറുപ്പക്കാരെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്ന പ്രസ്ഥാനങ്ങൾക്കെതിരെ നിങ്ങൾ ഓരോരുത്തരും ജാഗ്രത പുലർത്തണം. ജമാഅത്തെ ഇസ്ലാമി നമ്മിലേക്ക് കടന്നു വരുന്നത് ഒരിക്കലും ജമാഅത്തെ ഇസ്ലാമിയുടെ രൂപത്തിലായിക്കൊള്ളണമെന്നില്ല. അതൊരു പക്ഷേ പത്രത്തിന്റെ രൂപത്തിലാകാം, അല്ലെങ്കിൽ ചാനലിന്റെ രൂപത്തിലാകാം, അല്ലെങ്കിൽ ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ രൂപത്തിലാകാം, തണലിന്റെ രൂപത്തിലാകാം, മരത്തിന്റെ രൂപത്തിലാകാം. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ പേരുകൾ സ്വീകരിച്ചുകൊണ്ട് ഇന്ത്യയിലെ സംഘപരിവാരത്തെ ഓർമ്മിപ്പിക്കുമാർ സഹോദരന്മാരെ ചതിക്കുഴികൾ തീർത്തുകൊണ്ട്, ഒളിമറ സൃഷ്ടിച്ചുകൊണ്ട്, നുഴഞ്ഞുകയറ്റം സൃഷ്ടിച്ചുകൊണ്ട് കേരളത്തിൽ
കേരളത്തിലെ മുസ്ലിം ചെറുപ്പക്കാരിലേക്കും മുസ്ലിം കുടുംബങ്ങളിലേക്കും ജമാഅത്തെ ഇസ്ലാമി കയറി വരാനുള്ള സാധ്യതകൾ നാം മുൻകൂട്ടി കാണുകയും അങ്ങനെ ബുദ്ധിപരമായി ആസൂത്രിതമായി സംഘടനയുടെ ഫലം കൊണ്ട് പ്രബോധനത്തിന്റെ ശക്തി കൊണ്ട് ഈമാനിന്റെ ഫലം കൊണ്ട് സർവ തിന്മകളെയും സർവ വിശ്വാസ വൈകല്യങ്ങളെയും ചെറുത്തു തോൽപ്പിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്ന കാര്യം നിങ്ങളോട് സൂചിപ്പിച്ചുകൊണ്ട് ഈ സമ്മേളനത്തോടെ നാം വിശ്രമിക്കാൻ ഒരുങ്ങുകയല്ല. നാം വലിയ ഒരു പ്രവർത്തനത്തിന് 2026 എന്ന് പറയുന്നത് ആ സ്വപ്ന വർഷം 2026 എന്ന് പറയുന്ന സ്വപ്ന വർഷം SYSന്റെ ചുണക്കെട്ടുകൾ അവരുടെ മനസ്സിൽ കുറിച്ചിടണം. അത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 100ാം വാർഷികം നടക്കുന്ന വിശുദ്ധമായ വർഷമാണ്. വിശുദ്ധമായ വർഷമാണ്. സുൽത്താനുൽ ഉലമയുടെ സാന്നിധ്യത്തിൽ, സുൽത്താനുൽ ഉലമയുടെ നേതൃത്വത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 100ാം വാർഷികം നമുക്ക് ആഘോഷിക്കണം. അതിനു മുമ്പുള്ള തയ്യാറെടുപ്പുകൾ ഇൻഷാ അല്ലാഹ് നമുക്ക് കേരള യാത്ര വരാനിരിക്കുന്നു. നമുക്കൊരുപാട് മനോഹരമായ പദ്ധതികൾ വരാനിരിക്കുന്നു. സുൽത്താനുൽ ഉലമ തന്നെ നമ്മുടെ മുന്നിൽ നിൽക്കും. ബദ്റുസ് സാദാത്ത് തന്നെ നമ്മുടെ മുന്നിൽ നിൽക്കും. അങ്ങനെ മുന്നിൽ നിന്നുകൊണ്ട് നയിക്കുന്ന മനോഹരമായ പ്രസ്ഥാനമായി ഒരു ഭാഗത്ത് SSF, മറുഭാഗത്ത് SYS, അതേപോലെ കേരള മുസ്ലിം ജമാഅത്ത്, മൂന്നിന്റെയും മുമ്പിൽ നമ്മുടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ, കേരള മുസ്ലിം ജമാഅത്ത് വർഗ ബഹുജന സംഘടനകൾ രൂപീകരിച്ചുകൊണ്ട് പ്രസ്ഥാനത്തിന്റെ ഊടുവഴികൾ കണ്ടെത്തി പ്രസ്ഥാനത്തിന്റെ വ്യാപനത്തിന് വേണ്ടി നമ്മുടെ ആദർശത്തിന്റെ പ്രചാരണത്തിന് വേണ്ടി വിപുലമായ കർമ്മ പദ്ധതികളാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. ആ കർമ്മ പദ്ധതികളെ കുറിച്ച് ഇപ്പോൾ ഇവിടെ സൂചിപ്പിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് ഫെബ്രുവരി 11 കടപ്പുറത്ത് വെച്ച് നടക്കുന്ന മഹാപ്രതിനിധി സമ്മേളനത്തിൽ വെച്ച് അതിന്റെ പ്രഖ്യാപനം സുൽത്താനുൽ ഉലമ നടത്താനിരിക്കുകയാണ് എന്ന കാര്യം നിങ്ങളെ സൂചിപ്പിച്ചുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയും അതേപോലെ വഹാബിസവും അതേപോലെ കള്ളത്വരീക്കത്തുകളും അള്ളാഹുവിന്റെ ദീനിന് നേരെ, സ്വഹാബത്ത് പ്രചരിപ്പിച്ച മതത്തിനെതിരെ, മാലിക് ബിൻ ദീനാർ പ്രചരിപ്പിച്ച മതത്തിനെതിരെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പ്രചരിപ്പിച്ച മതത്തിനെതിരെ ഏത് ശക്തികൾ, ഏത് ദുഷ്ടശക്തികൾ രംഗത്ത് വന്നാലും അവരെ ചെറുത്തു തോൽപ്പിക്കാൻ മാത്രം ഈ പ്രസ്ഥാനം ശക്തമാണ് എന്ന ബോധത്തോടെ അടുത്ത വർഷങ്ങളിൽ നിങ്ങൾ പ്രവർത്തിക്കണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.